അഖിൽമാരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊട്ടാരക്കരയിലെ BJP-കാരാണ് ഇങ്ങനെ ഒരു കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി ആ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണെങ്കിൽ വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇന്നലകളിൽ നമ്മൾ വലിയ പ്രാസംഗികനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ വാക്കിൽ പറ്റിയേക്കുന്ന ഒരു പിഴവ് കൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. അതിന് എത്ര തന്നെ നമ്മളിനി ന്യായീകരിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പോലും അത് വീണടുത്ത് കടന്ന് ഉരുളുക എന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പോസ്റ്റിലോട്ട് വരുന്നതിന് മുന്നേ ഇപ്പം ഇന്ന് വന്നേക്കുന്ന ആ ഒരു ന്യൂസ് ബൈറ്റ് ഇങ്ങോട്ട് വെക്കുക, അതായത് പുള്ളിക്ക് ഒരു ജീവപര്യന്തം വരെ കിട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഒരു കേസാണ് ഇത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞ ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് വെക്കുക. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. BJP-യുടെ പരാതിയിൽ രാജ്യദ്രോഹം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIR-ന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ സമൂഹമാധ്യമത്തിലൂടെ അഖിൽ മാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് FIR. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയമുയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെപ്പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചെന്നുമാണ് അഖിൽ മാരാരുടെ പ്രതികരണം. സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ പറയുന്നു. ഇതിനെതിരെ BJP കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കരയാണ് പോലീസിൽ പരാതി നൽകിയത്. നിങ്ങളിപ്പോൾ ഒരു ന്യൂസ് കേട്ടല്ലോ, ജീവപര്യന്തം വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കേസാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ഞാൻ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ അതിനകത്ത് കമന്റ് ബോക്സിൽ ചില ആൾക്കാർ പറയുന്നുണ്ട്, അഖിൽമാരാർ പറയുന്നത് ഒന്ന് യുക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ, സത്യമല്ലേ എന്നൊക്കെ ആണെങ്കിൽ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. അവരുടെ അടുത്ത് എനിക്കിത് തിരിച്ചാണ് പറയാനുള്ളത്. അതായത് ബലൂചിസ്ഥാന് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്ന് പറയുന്ന അഖിൽമാരാറിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണെങ്കിൽ കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്ന ചില ആൾക്കാർ കൂടിയുണ്ട്. സോ പുള്ളി ബാക്കിയുള്ള കുറച്ച് ആൾക്കാരെ കൂടി അത് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചു അല്ലേ. അപ്പം അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത് വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, ബലൂചിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട് മാറാനെ കൊണ്ട് ഇന്നിപ്പോൾ അവർ വേർപെട്ട് റിപ്പബ്ലിക് ആയി എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ന്യൂസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാരാണെങ്കിൽ പാകിസ്ഥാനികളെ ആണെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥരെയൊക്കെ ആണെങ്കിൽ കൊല്ലുക, അല്ലെങ്കിൽ അവിടുത്തെ ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവുക, അത്തരത്തിലുള്ള പ്രവർത്തികൾ കാര്യങ്ങളൊക്കെയാണ് അവന്മാർ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനൊക്കെ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരൊറ്റ കാര്യം ആലോചിക്കുക, ഇവിടെ നമ്മുടെ രാജ്യം നടത്തിയിട്ടുള്ളത് ഒരു വാർ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല, നമുക്ക് ഏറ്റവും ഒരു പ്രഹരത്തിന് തിരിച്ചൊരു പ്രതിരോധം എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വാറായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരെ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കണോ അങ്ങനത്തെ ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല. സോ നിങ്ങൾ ഈ ബലൂചിസ്ഥാനെ ഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിൽ സപ്പോർട്ട് ചെയ്ത് അത് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് പുള്ളി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ ഇനി ഇങ്ങോട്ട് വായിക്കാവേ. ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയി ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, I told India and Pakistan that if you stop the war, we will do trade, a lot of trade with you. If you don't, we will not trade. All of a sudden, they stopped. സദാസമയവും മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയമാണ് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്ത് ഞാൻ എഴുതിയത്. ഈ നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. പകരം മൂന്നാം കക്ഷി ഇല്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ചില മാധ്യമങ്ങൾ പ്രമുഖർ എന്ന് വാർത്ത കൊടുക്കും പോലെ അമേരിക്കയെയും ട്രംപും ഇടപെട്ടിട്ടില്ല എന്ന് മോദി പറയാത്ത കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണും. ഇരയാക്കപ്പെട്ട രാജ്യത്തിനും വേട്ടക്കാരനും തുല്യനീതിയോ എന്ത് ധാരണയുടെ പുറത്താണ് നമ്മൾ പിന്മാറിയത്? ഇതൊന്നും ഈ രാജ്യത്തെ പൗരന്മാരെയോ ലോകത്തെയോ അറിയിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ? പ്രധാനമന്ത്രി അത് അറിയിച്ചായിരുന്നല്ലോ. നിങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ ആ ഒരു സ്പീച്ച് കാര്യങ്ങളൊന്നും കേട്ടില്ലേ? പലപ്പോഴും ഈ ന്യൂസൊക്കെ എന്നെടുത്ത് കാണുന്നത് നല്ലതായിരിക്കും. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇതിനകത്ത് പറഞ്ഞ കാര്യം ട്രംപിന്റെ പേര് പറഞ്ഞില്ല. ഇപ്പം ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ട്രംപിന്റെ പേര് എടുത്ത് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യം അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞു എന്നുള്ളതല്ല. ലോകം മൊത്തം കേൾക്കുന്ന രീതിയിൽ വലിയ ഭീഷണികളാണ് പാകിസ്ഥാന് മുഴക്കിയേക്കുന്നത്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പം അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്തത്? ഓക്കെ, അവിടെ അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ രാജ്യം അടിയറവ് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിമാനകരമായ നേട്ടമെന്ന BJP പ്രചാരണത്തോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല.
BJP-ക്കാരെ വിട്ടേക്കും. നിങ്ങൾക്ക് BJP-ക്കാരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് അത് നിങ്ങൾ വേറെ സ്ഥലത്ത് തീർത്തോ. ഇത് BJP-യുടെയോ കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിൻ്റെയോ പ്രശ്നമല്ല. നമ്മൾ ഇന്ത്യക്കാരെ, ഓരോ ഇന്ത്യക്കാരും നമ്മൾ ഒരുമിച്ച് നിന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ അവകാശമാണിത്. അല്ലേ, നമ്മളിവിടെ ജയിച്ചു, അല്ലെങ്കിൽ ഇത് നമ്മുടെ അഭിമാനമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശമാണ്, അത് നമ്മൾ പറയേണ്ടതാണ്, നമ്മുടെ അഭിമാനം തന്നെയാണിത്. അത് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം നരേന്ദ്രമോദി ആ ഒരു ആളുടെ ആണെങ്കിൽ രാഷ്ട്രീയം കണ്ടിട്ട് ഒന്നുമല്ല, പുള്ളി ഇവിടെ എടുത്തേക്കുന്ന തീരുമാനങ്ങൾക്കാണ് എനിക്ക് ആ ഒരു റെസ്പെക്ട് തോന്നിയിട്ടുള്ളത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രധാനമന്ത്രി. അവിടെ നിങ്ങൾക്ക് BJPക്കെതിരെ കുത്താനുള്ള BJPക്കെതിരെ നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാം, അതേപോലെ കമ്മ്യൂണിസ്റ്റിനെതിരെ, കോൺഗ്രസിനെതിരെ ഒക്കെ ഉന്നയിക്കാം. പക്ഷേ അത് ഈ സാഹചര്യത്തിലായിരുന്നില്ല വേണ്ടത്. കാര്യം ഇവിടുത്തെ രാജ്യത്തെ പ്രതിപക്ഷം പോലും ഈ ഒരു സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയോട് യോജിച്ച് നിന്നു. അതിനാണ് സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് ഇത്ര ആൾക്കാർ ഒരുമിച്ച് നിന്നൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോഴും മറ്റേ പിള്ളേർ മറ്റേ BJPയുടെ അത് കണ്ടില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ അത് കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ അത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുവാടെ ഈ പറയുന്നത്. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ജനം TVയുടെ അനിൽ നമ്പ്യാർ പരിഹാസ രൂപേണ എഴുതിയ കുറിപ്പിന് നൽകിയ മറുപടിയിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ എൻ്റെ പ്രൊഫൈലിൽ ആദ്യം വന്ന ഫീഡ് സ്റ്റോറി ആയതുകൊണ്ട് ഡിലീറ്റ് ആയത് സ്റ്റോറി ആയിരുന്നു. പിറ്റേ ദിവസം പ്രൊഫൈലിൽ ഈ വീഡിയോ കിടന്നപ്പോൾ ഞാനത് ഒഴിവാക്കി. ഇന്നലെ വരെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തും, POK തിരിച്ചു പിടിക്കും എന്നൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് നടന്ന BJPക്ക് അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയായി മാറി അമേരിക്കയുടെ വാക്ക് കേട്ട് തീരുമാനമെടുത്ത മോദിയുടെ നിലപാട്. നിങ്ങൾക്ക് BJPയുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി പോയിട്ട് നിങ്ങൾ തീർക്കുക, രാഷ്ട്രീയപരമായിട്ട് അത് നിങ്ങൾ അവിടെ തീർക്കുക. ഇവിടെ പ്രധാനമന്ത്രി ഇപ്പം BJPയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ BJPയുടെ പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടെ ആരും അദ്ദേഹത്തിന് കൈയടിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിൽ അവർ റെസ്പെക്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിനും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്കുമാണ്. അവിടെ നിങ്ങൾ ഇപ്പോഴും BJPയുടെ ഈ സാധനം പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും BJP ഇപ്പം നരേന്ദ്രമോദി ആ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ രാഷ്ട്രീയമോ ഈ പറയുന്ന മതത്തിൻ്റെ വർണ്ണവിവേചനങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മൾ മനുഷ്യന്മാരുടെ രാജ്യമാണ് എന്നുള്ള ആ രീതിയിലാണ് പുള്ളി ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും BJPയുടെ അത് പിടിച്ചില്ലേ, ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. POK തിരിച്ചു പിടിക്കും എന്ന മുൻ നിലപാടിൽ നിന്നും BJP പിന്നോട്ട് പോയോ എന്ന സംശയവും ഇവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി മോദിയേക്കാൾ പവർഫുൾ ആയിരുന്ന എൻ്റെ വാക്കുകൾ അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഊതി വീർപ്പിച്ച് ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യത്തിലും കൊട്ടാരക്കര മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെയും താല്പര്യം സംരക്ഷിക്കാനും എന്നിലൂടെ 4 പേർക്കിടയിലും അറിയാൻ വേണ്ടിയും BJP എനിക്കെതിരെ നൽകിയ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിലാണ് ഏത് വിധേനയും എന്നെ കൊടുക്കാൻ ഒരവസരം നോക്കി നിന്ന പോലെ കേസ് എടുത്തത്. അതിപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് BJPയായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് വേറെ കാര്യത്തിലൊക്കെ തീർക്കാൻ പറ്റും. പക്ഷേ ഇന്ത്യക്ക് നമുക്ക് പൊതുവായിട്ടുള്ള ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിലല്ല നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്നും പറയേണ്ടിയിരുന്നത്. ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച് അതിന് മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറഞ്ഞത് പാകിസ്ഥാനെ അവർ ഇല്ലാതാക്കും എന്ന് പറഞ്ഞത് കൊണ്ടുള്ള വിഷമമാവാം. ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമാവാം എന്ന ബലൂചിസ്ഥാനികളുടെ മോഹം പാഴായിപ്പോയില്ല എന്ന കാര്യം ഇക്കാര്യത്തിൽ മോദിയെ വിശ്വസിച്ച് അവർക്ക് പണി കിട്ടിയല്ലോ എന്ന സർക്കാസ് രൂപേണ ഉള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്ക് പിഴയാണ്. അതിന് മറ്റൊരർത്ഥവുമില്ല എന്ന് എന്നെ അറിയാവുന്ന ആർക്കും അറിയാം. രണ്ടായാലും ഇന്ത്യയിൽ ദേശസ്നേഹം എന്നത് മോദി RSS സ്നേഹം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എനിക്കെതിരെയുള്ള കേസ് നിയമപരമായി നേരിടാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. ജാമ്യം കിട്ടിക്കഴിഞ്ഞ് സംസാരിക്കാനോ വിമർശിക്കാനോ അവകാശം ഈ രാജ്യത്ത് ഉണ്ടെങ്കിൽ 1000 കേസ് എനിക്കെതിരെ കൊടുക്കാൻ കാത്തിരുന്നോ. പാക്കലം ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു നാക്ക് പിഴ വന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏതൊരു മനുഷ്യന് വരാവുന്ന കാര്യം, നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രിമാർക്ക് വരെ വരാവുന്ന നാക്ക് പിഴവോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ അതിനപ്പുറത്തേക്ക് ഇപ്പം ബലൂചിസ്ഥാൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് പറ്റിയേക്കുന്ന ഒരു നാക്ക് പിഴവാണ്. ആൻഡ് റിപ്പീറ്റഡ്ലി നിങ്ങൾ വീണ്ടും എടുത്ത് പറയുകയാണ് ഇപ്പം BJPക്കാർക്കാണെങ്കിൽ അതൊരു വിഷമമായി സങ്കടമായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് BJPയായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർക്കേണ്ടത് മറ്റു പല സ്ഥലങ്ങളിലുമായിരുന്നു, ഈ ഒരു ഇഷ്യൂവിലായിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അവിടെ BJPക്ക് എടുത്ത് കൊട്ടു കൊടുക്കാനാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ഈ പറയുന്ന സംഘി അല്ലെങ്കിൽ ഈ ഒരു സംഘപരിവാർ ആ ഒരു രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളോട് ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് മെജോറിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പറയുന്ന BJP ഭരണത്തിൽ വരാത്തതും. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലുള്ള BJPക്കാരല്ല അല്ലെങ്കിൽ BJP അത്രത്തോളം അറസ്റ്റിന് വെറുക്കുന്ന ആൾക്കാർ പോലും ആണെങ്കിൽ നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കണ്ടിട്ടല്ല, അവിടെ എടുത്തേക്കുന്ന തീരുമാനങ്ങളും നിലപാടും കണ്ടിട്ടാണ്. ഓക്കെ, രാജ്യത്തിന് മുന്നിൽ നമുക്ക് അത്രത്തോളം അഭിമാനം ഉണ്ടാക്കി തന്നു. ഇപ്പം ഞാനാണെങ്കിലും ഒരുപാട് നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം പുള്ളി ചെയ്തേക്കുന്ന പല കാര്യങ്ങളോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അത്രത്തോളം റെസ്പെക്ട് തോന്നിയേക്കുന്നത് പുള്ളി ചെയ്തേക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ്. അവിടെ നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന മറ്റേ കൊച്ചു പിള്ളേരുടെ കൂട്ട് BJPക്കാണെങ്കിൽ അങ്ങനെ പറ്റിയില്ലേ ഇങ്ങനെ പറ്റിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാചക കസരത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വൺ മാൻ ഷോ നടത്താൻ പറ്റിയൊരു ഇഷ്യൂ അല്ല ഇത്. അതായത് നിങ്ങൾ മനസ്സിലാക്കും, നമ്മുടെ രാജ്യത്തിന് പൊതുവായിട്ട് മൊത്തത്തിൽ ഏറ്റേക്കുന്ന ഒരു പ്രഹരമായിരുന്നു
അല്ലേ? അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടുന്നിടത്താണെങ്കിൽ ഈ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും കേസും വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇനി പൊക്കോളൂ. കാര്യം ഇങ്ങനെ ഒരു കേസ് വന്നു എന്ന് അറിഞ്ഞിട്ടും പിന്നെയും സ്റ്റിൽ ഇപ്പം ഞാൻ BJPക്കെതിരെ പറഞ്ഞുകൊണ്ട് അവർ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നിങ്ങൾ ഇവിടെ BJPക്കെതിരെ അല്ല പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിനെതിരെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴും കുറേ ആൾക്കാർ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ട് വരും, അഖിൽമാരാർ പറഞ്ഞാൽ എന്താണ് തെറ്റ്, യുക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ, അതല്ലേ ശരിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബലൂചിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാനിലെ അവിടുത്തെ സാധാരണക്കാരെ വരെയാണെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ കുറേ പരിപാടികൾ ചെയ്യുമ്പോൾ അതിന് ഇവിടെ നമ്മുടെ രാജ്യം ഒത്താശ ചെയ്ത് കൊടുക്കുമോ? ഓക്കെ, നിങ്ങൾ അവിടുത്തെ സാധാരണക്കാരെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു പോളിസി നമുക്കില്ല. അവിടുത്തെ ഭീകരരെയും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെയും മാത്രമാണ് നമുക്ക് ഇല്ലാണ്ടാക്കണം എന്നുള്ള ഉദ്ദേശം നമുക്കുള്ളത്. അത് നമ്മുടെ നരേന്ദ്രമോദി തന്നെ രാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം പറയുന്നു. എന്തായാലും ഈ ഒരു ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്താ തോന്നിയുള്ള തീർച്ചയായും കമന്റ് ബോക്സ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.